ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഈ മാസം നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീന കരുത്തർക്കെതിരെയാണ് കളിക്കുന്നത്. 2 മത്സരങ്ങളാണ് അർജന്റീന കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഉറുഗ്വേയാണ് അർജന്റീനയുടെ എതിരാളികൾ. 22-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ മത്സരം നടക്കുക. അതിനുശേഷം ക്ലാസിക്കോ പോരാട്ടം നടക്കുന്നുണ്ട്. അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. 26-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 5:30-നാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ 2 മത്സരങ്ങൾക്കുള്ള അർജന്റീനയുടെ ആദ്യ സ്ക്വാഡിനെ ഇപ്പോൾ അവരുടെ പരിശീലകനായ ലയണൽ സ്കലോണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫൈനൽ സ്ക്വാഡ് പിന്നീടാണ് പ്രഖ്യാപിക്കുക. ചില താരങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നിന്നും ഇടം നഷ്ടമാകും എന്നുള്ളതാണ്. പൗലോ ദിബാല തിരിച്ചെത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അർജന്റീനയുടെ സ്ക്വാഡ് ഇങ്ങനെയാണ്: എമിലിയാനോ മാർട്ടിനസ്, ജെറോണിമോ റുള്ളി, വാൾട്ടർ ബെനിറ്റസ്, നെഹ്വേൽ മൊളീന, ഗോൺസാലോ മോന്റിയൽ, ക്രിസ്ത്യൻ റൊമേറോ, ജെർമൻ പസല്ല, ലിയനാർഡോ ബാലർഡി, യുവാൻ ഫോയ്ത്ത്, നിക്കോളാസ് ഓട്ടമൻഡി, ഫക്കുണ്ടോ മെഡീന, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഫ്രാൻസിസ്കോ ഓർട്ടേഗ, ലിയാൻഡ്രോ പരേഡസ്, എൻസോ ഫെർണാണ്ടസ്, റോഡ്രിഗോ ഡീപോൾ, എക്സ്കിയോൽ പലാസിയോസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജിയോവാനി ലോ ചെൽസോ, മാക്സിമോ പെറോൺ, ജൂലിയാനോ സെമിയോണി, ബെഞ്ചമിൻ ഡൊമിംഗസ്, തിയാഗോ അൽമേഡ, അലജാൻഡ്രോ ഗർണാച്ചോ, നിക്കോളാസ് ഗോൺസാലസ്, ലയണൽ മെസ്സി, നിക്കോ പാസ്, ക്ലൗഡിയോ എച്ചവേരി, പൗലോ ദിബാല, ഹൂലിയൻ ആൽവറസ്, ലൗറ്ററോ മാർട്ടിനസ്, സാന്റിയാഗോ കാസ്ട്രോ, ഏഞ്ചൽ കൊറേയ. ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു സ്ക്വാഡ് വരുന്നത്. ഇതിൽ നിന്നും ചില താരങ്ങൾക്ക് സ്ഥാനം നഷ്ടമാകും എന്നുള്ളതാണ്. യുവതാരങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് ഇപ്പോൾ സ്കലോണി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിക്കോ പാസും എച്ചവേരിയും അതുപോലെ തന്നെ കാസ്ട്രോയും ഒക്കെ അർജന്റീനയുടെ ഈ ഒരു ടീമിൽ ഇടം നേടിയിട്ടുള്ളത്. ഏതായാലും വരുന്ന 2 മത്സരങ്ങളും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അർജന്റീന വരിക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.